കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ MK രാഘവൻ MPക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. കണ്ണൂർ പഴയങ്ങാടിയിൽ പ്രവർത്തകർ MPയുടെ കോലം കത്തിച്ചു. കോളേജിൽ DYFI നേതാവിന് നിയമനം നൽകിയതിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതിക്ക് വീഴ്ചയുണ്ടായി എന്നാണ് DCCയുടെ കണ്ടെത്തൽ. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. കണ്ണൂരിൽ നിന്ന് സജോ, ഒരു തെരുവിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. MPക്കെതിരെ DCC അക്കാര്യത്തിൽ പ്രവർത്തകർക്കൊപ്പമാണ് കണ്ണൂർ DCC എന്ന് തോന്നുന്നു. കാരണം DCCയുടെ വിലയിരുത്തലും അവർ നടപടിയെടുത്തതുമൊക്കെ പരിശോധിക്കുമ്പോൾ ഈ വിഷയത്തിൽ MPക്കൊപ്പമല്ല, പ്രവർത്തകർക്കൊപ്പമാണ് കണ്ണൂർ DCC എന്നാണ് കരുതേണ്ടത്, അല്ലേ? വിജയകുമാർ, കണ്ണൂർ DCC പ്രവർത്തകർക്കൊപ്പമാണ് എന്ന കാര്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നടപടിയൊക്കെ സ്വീകരിച്ചു. 5 ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ പ്രവർത്തകരുടെ വികാരം, പ്രതിഷേധം തണുപ്പിക്കാൻ അത് പര്യാപ്തമല്ല എന്ന് വേണം കാണാൻ. MK രാഘവൻ MPക്കെതിരെ തെരുവിലിറങ്ങി പരസ്യമായ കലാപത്തിലേക്ക് പ്രവർത്തകർ പോവുകയാണ്. അതായത് മാടായി കോളേജ് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയുടെ ഭരണം കൈയാളുന്ന സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് ആ കോളേജ് ഭരിക്കുന്നത്. അവിടെ 3 നിയമനങ്ങളാണ് നടന്നത്. അത് നേരത്തെ മുതൽ തന്നെ ഈ കാര്യത്തിൽ പാർട്ടി പ്രവർത്തകരെ പരിഗണിക്കണം, അങ്ങനെയുള്ള മെറിറ്റ് മാത്രമേ ബാധകമാകാൻ പാടൂ എന്നതായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം. അത് നേതൃത്വത്തെ അറിയിച്ചു. പക്ഷേ ഒടുവിൽ ആ നിയമനം നടന്നു. 3 പേരിൽ 2 പേരും CPIMകാരാണ് എന്നതാണ് ഇവിടുത്തെ പ്രവർത്തകരുടെ നിലപാട്. നേരത്തെ MK രാഘവൻ MPയെ തടഞ്ഞ് ഇക്കാര്യം പ്രതിഷേധമൊക്കെ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു. പക്ഷേ ഇതിനകം തന്നെ കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി പൂർണ്ണമായും രാജിയിലേക്ക് പോയി. ഇപ്പോൾ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായ പ്രവർത്തകരടക്കമുള്ള ആളുകളാണ് പ്രതിഷേധവുമായി തെരുവിലേക്ക് പോയത്. MK രാഘവൻ MPയുടെ കോലം കത്തിച്ചടക്കമുള്ള പ്രതിഷേധത്തിലേക്ക് പോയി. അതായത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ പുറത്താക്കി എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയി. നിങ്ങൾ അതിൽ തൃപ്തരല്ല എന്നാണോ? അതിലൊരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രഹസനം മാത്രമാണ്. ഞങ്ങൾ അതിൽ തൃപ്തരല്ല. ആ നിയമനം റദ്ദാക്കണം, അത് മാത്രമാണ് നമ്മുടെ ആവശ്യം. ഈ 2 പേരും 3 നിയമനമല്ലേ നടന്നത്? അത് 2 പേരും CPIMകാരാണ്, പക്ക CPIM. ഒരാൾ അദ്ദേഹത്തിന്റെ ബന്ധുവാണെന്ന് നിങ്ങൾ ആരോപിക്കുന്നു. ബന്ധുവാണെന്നല്ല ആരോപണം, മാത്രമല്ല ബന്ധുവാണ്. ഞമ്മൾക്കറിയാം, ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയാണ്. ഒരാൾ CPIMകാരനായ ബന്ധു, രണ്ടാമത്തെ ആൾ അതേ ഡയറക്ടർ ബോർഡിലുള്ള ഒരു ഡയറക്ടറെ ബന്ധുവാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? ആ നിയമനം റദ്ദാക്കണം, അല്ലാതെ സർ ഇന്നലെ DCC പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം DCC ജനറൽ സെക്രട്ടറി ശ്രീ രജിത്ത് നാറാത്ത് വന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്ന് ആ യോഗത്തെടുത്ത തീരുമാനം ഈ സസ്പെൻഷൻ, അതായത് MK രാഘവനെ തടഞ്ഞ നേതാക്കന്മാരെ ആ സസ്പെൻഷൻ പിൻവലിക്കുക, അതുപോലെ തന്നെ ഈ നിയമനം പുനഃപരിശോധിക്കും, ഈ റദ്ദ് ചെയ്യും. ആ രീതിയിൽ 2 നിർദ്ദേശങ്ങളാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷേ ആ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് രാവിലെ അടിയന്തിരമായി അവർക്ക് നിയമനം നൽകിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ നെഞ്ഞത്തേക്ക് ആഞ്ഞു കുത്തുകയായിരുന്നു ശ്രീ രാഘവേട്ടൻ. അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഞങ്ങൾക്ക് ഈ നിയമനം റദ്ദാക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് ഈ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെ പുറത്താക്കലോ ഒന്നുമല്ല ലക്ഷ്യം. ഞങ്ങൾക്ക് ലക്ഷ്യം ഈ DYFIക്കാരെ നിയമനത്തിൽ നിന്നും ആ അംഗീകാരം അവർക്ക് കൊടുക്കാതെ അത് റദ്ദ് ചെയ്യുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുവരെ അത് ഏതറ്റം വരെയും സമരം ചെയ്യും. താങ്കളും അച്ചടക്ക നടപടി നേരിട്ട ഓക്കെ. അപ്പോൾ അതാണ് അവരുടെ ഒരു വികാരം. അതായത് ഇക്കാര്യത്തിൽ കോൺഗ്രസിലൊരു പരസ്യമായ വലിയ പ്രതിഷേധം, ഏതെങ്കിലും നിലയ്ക്ക് സമവായത്തിനുള്ള സാധ്യത തെളിയുന്നില്ല എന്നതാണ്. MK രാഘവൻ MPയെ വഴിയിൽ തടയും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കടന്നല്ലേ? MK രാഘവൻ MP ഒറ്റുകാരൻ എന്നാണ് പ്രവർത്തകർ മുദ്രാവാക്യത്തിൽ മുഴക്കിയത്. അതിനപ്പുറം എന്ത് പ്രതിഷേധമാണ് അവർ ഈ വിഷയത്തിൽ പ്രകടിപ്പിക്കേണ്ടത്? ഉറപ്പായും വിജയകുമാർ, അതായത് പ്രധാനമായും ഉയർന്നു കേട്ട മുദ്രാവാക്യം ഒറ്റുകാരനാണ് MK രാഘവൻ, ഇക്കാര്യത്തിൽ പണം വാങ്ങി പാർട്ടിയെയും പ്രവർത്തകരെയും വിറ്റു എന്നടക്കമാണ് മുദ്രാവാക്യം. അതായത് കടുത്ത വിമർശനങ്ങൾ, കടുത്ത പ്രതിഷേധം, രോഷം ഒക്കെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. കണ്ണൂർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ ഒരു പ്രതിഷേധത്തിലേക്ക്, കാരണം DCC അടക്കം സമവായത്തിനുള്ള നീക്കം നടത്തി. പക്ഷേ ഏറ്റവും ഒടുവിൽ സമവായ ചർച്ചയെ അട്ടിമറിച്ചുകൊണ്ട് നിയമനം നടത്തി. എന്താണ് ഇവർ പ്രധാനമായും, അല്ലെ, ഈ സമവായ ചർച്ചയെ അട്ടിമറിച്ച് നിയമനം നടത്തിയെന്നാണ് രജിത് നാറാത്ത് വന്ന് ഉറപ്പ് തന്നത്. ഇന്നലെ വൈകിട്ട് ചർച്ച നടത്തുന്നതാണ്. ഒരു 6 മണിയോടെ അതിൻ്റെ തീരുമാനം രജിത് നാറാത്ത് പറഞ്ഞപ്പോൾ എല്ലാവരും അംഗീകരിച്ചത് ഇന്ന് 11 മണിക്ക് സസ്പെൻഷൻ ചെയ്തവരെ തിരിച്ചെടുക്കുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് രാവിലെ 11 മണിയാകുമ്പോൾ എല്ലാവരും കേട്ട വാർത്ത എന്ന് പറഞ്ഞത് ഈ ധനേഷ് എന്ന വ്യക്തിക്ക് നിയമനം കൊടുത്തു, ധനേഷ് അടക്കം 3 ആൾക്ക് നിയമനം കൊടുത്തു എന്നുമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരസ്യമായ പ്രതിഷേധം കോൺഗ്രസ് സംഘടിപ്പിച്ചത്. ഇതിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ആദ്യം തന്നെ അഭിവാദ്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ ഇനിയും ഇതുപോലെ തന്നെ നിയമനം കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ
വഴിയിൽ തടയുമെന്ന് പറഞ്ഞാൽ തടഞ്ഞിരിക്കും. അത് ഏത് MP ആയാലും ഏതാളായാലും തടഞ്ഞിരിക്കും. അതാണ് കോൺഗ്രസ്സുകാരുടെ വികാരം. അതാണ് പ്രവർത്തകരുടെ വികാരമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അതായത് ഈ കാര്യത്തിൽ നിയമനം കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയാണ്. നാളുകളായി MK രാഘവൻ MP തന്നെയാണ് അതിന്റെ ചെയർമാൻ. കണ്ണൂർ DCC MK രാഘവനെ തള്ളിയുള്ള നിലപാട് സ്വീകരിച്ചു. MK രാഘവനെതിരെ എന്തെങ്കിലും നിലയ്ക്കുള്ള അച്ചടക്ക നടപടി DCCക്ക് എടുക്കാൻ കഴിയുകയില്ല. പ്രവർത്തകരുടെ വികാരം മാനിച്ചില്ല എന്ന് കാട്ടിയുള്ള പത്രക്കുറിപ്പ് അടക്കം DCC പുറത്തിറക്കുകയും MK രാഘവൻ MP ചെയർമാനായിരിക്കുന്ന ഡയറക്ടർ ബോർഡിലെ 5 കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ പാർട്ടി തല അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടും കാര്യങ്ങൾ കഴിഞ്ഞു. അതായത് കണ്ണൂർ DCC MK രാഘവനെതിരായ നിലപാട് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകരെ ഏതെങ്കിലും ഇതിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോയത് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റിയിലെ മുഴുവൻ പ്രവർത്തകരും, അതിൽ അംഗത്വമുള്ള മുഴുവൻ ആളുകളും രാജിവെച്ചിട്ടുണ്ട്. കല്യാശ്ശേരിയിൽ 2 ബ്ലോക്ക് കമ്മിറ്റിയിലെ പ്രവർത്തകർ, അങ്ങനെ ഇതിനകം തന്നെ 100-ലധികം പ്രവർത്തകർ അവരുടെ രാജിക്കത്ത് നൽകുകയോ രാജിസന്നദ്ധത അറിയിക്കുകയോ പരസ്യമായി പ്രതിഷേധത്തിലേക്ക് പോവുകയോ ചെയ്തിട്ടുണ്ട്. അതായത് ഇനി ഈ വിഷയത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുമെന്നടക്കമുള്ള പ്രശ്നമുണ്ട്. അതായത് നേരത്തെ മുതൽ തന്നെ നേതൃത്വത്തെ വിഷയം അറിയിച്ചു, KPCC പ്രസിഡന്റിനെ അറിയിച്ചു, DCC അറിയിച്ചു. ഈ ഇങ്ങനെ ഒരു നിയമനമായി മുന്നോട്ട് പോകും. എന്തായാലും അത് കോൺഗ്രസിലെ പ്രതിഷേധം തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, തെരുവിലേക്ക് വ്യാപിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സൊസൈറ്റി 2 CPM പ്രവർത്തകർക്ക് അവിടെ നിയമനം നൽകിയത്, ആ നിയമനം നൽകിയ നടപടി പിൻവലിക്കാതെ അനുരഞ്ജനമില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത്. MK രാഘവൻ MP ഒറ്റുകാരൻ എന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുന്ന നിലയിലേക്ക് പ്രതിഷേധം മാറി. ഈ വൈകുന്നേരമായപ്പോഴേക്കും കണ്ണൂർ DCCയുടെ മൗന പിന്തുണ ഇതിനുണ്ടോ എന്ന സംശയം ശക്തമാണ്. സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.